വിശേഷം എന്താ പറയുക, ഭയങ്കര സന്തോഷം നിറഞ്ഞ, നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള, നമ്മുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്ന ആളുകൾ ഉള്ള ഒരു നല്ല സിനിമ. നല്ല സിനിമ എന്ന് ഞാൻ പറയുന്നത് അത് തിരിച്ച് ഓരോരുത്തരുടെ അഭിപ്രായമായിരിക്കും. എന്നിരുന്നാലും ഒരുപാട് സ്നേഹമുണ്ട് ആ സിനിമയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെ ഓരോ കണ്ടന്റും, അത് എഴുതുമ്പോഴും പറഞ്ഞ പോലെ പാട്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ അത് ആയിരുന്നു ഞങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ഗൈഡ് എന്ന് പറയും. കാരണം ഒരുപാട് സ്നേഹമുള്ള സിനിമയാണ്. അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് തിരിച്ചത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ വിശേഷം ഭയങ്കര സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ച്. ആനന്ദിനെ സംബന്ധിച്ച് ഇപ്പൊ ആനന്ദിനോട് തന്നെ ചോദിക്കാം. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിന് തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ട ഒരാൾ, ആനന്ദ് എഴുതുന്ന സിനിമയിലേക്ക് ആനന്ദ് വരണം എന്ന് ആഗ്രഹിച്ച ഒരാൾ. എങ്ങനെയാണ് വിശേഷത്തിന്റെ കഥ പറഞ്ഞ് ചിന്നുവിനെ കൺവിൻസ് ചെയ്യിച്ചത്? ഒരു ടാസ്ക് ആയിരുന്നു അത്. ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ടാസ്ക് ആവുമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ ചിന്നുവിന്റെ എന്ന് വെച്ചാൽ നമ്മൾ കഥ പറയുന്ന ആൾക്കാർക്ക് തിരിച്ചുള്ള റെസ്പോൺസ് എങ്ങനെയാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. അത് നല്ലതാണെങ്കിൽ നമുക്ക് കഥ പറയാൻ ഒരു എനർജി കയറും. അതെ, ചിന്നു നമുക്ക് ഭയങ്കര പ്രോത്സാഹനം തരുന്ന ഒരാളാണ്. വേറൊന്നുമല്ല, ആ കഥ കേൾക്കുന്ന ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് കിട്ടും. സൂം കോളിലാണ്. അപ്പം എനിക്ക് സൂം കോളൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. ബട്ട് ഇറ്റ് വെൻ വെൽ. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചടങ്ങാണ്. ഇതിൽ നായകൻ ആരാന്ന് പറയുന്നത് അപ്പൊ വർക്കായി, കഥയൊക്കെ വർക്കായി എന്ന് പറഞ്ഞു. അപ്പൊ സൂര്യചേട്ടൻ ഭയങ്കര നൈസായിട്ട്, അല്ല ഇത് ചിന്നുവിന്റെ മനസ്സിൽ ആരാണ് ഇതിന്റെ നായകനായിട്ട് ഉള്ളതെന്നൊക്കെ പറയുന്നു. ചിന്നു തന്ന ആ മറുപടി എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. ഇത്ര നേരം പുള്ളി ആനന്ദേട്ടൻ പറയുന്നതാണല്ലോ ഞാൻ കേട്ടോണ്ടിരുന്നത്. ഞാൻ ഇപ്പൊ പുള്ളിയെ തന്നെ ആലോചിച്ചുള്ളൂ, വേറൊന്നും കിട്ടിയില്ല. അദ്ദേഹം അഭിനയിച്ചാണ് ഈ കഥ പറയുമ്പം ഓരോ കഥാപാത്രവും അഭിനയിച്ചാണ് നമുക്ക് നറേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അഭിനയം വന്നു പോകും നറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. ഡയലോഗ് ഡെലിവറി ഒക്കെ ആ ആൾക്കാർ പറയേണ്ട ഡയലോഗ് അതേപോലെ പറയുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞ് ഒന്നാമത് എനിക്ക് കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നായകനാരെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത്ര നേരം ഈ മനുഷ്യനാണല്ലോ ഇവിടെ ഇരുന്ന് അഭിനയിച്ച് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വേറെ ആരും മുഖം മനസ്സിലേക്ക് വരുന്നില്ല. അപ്പം സൂര്യചേട്ടൻ പറഞ്ഞു എങ്കിൽ ആനന്ദാണ് നമ്മുടെ നായകൻ ഷിജു. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം കിട്ടിയത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവിടെ ചെറുതായിട്ട് ഒരു നെറ്റ് ചുളിച്ചാൽ പോലും നമ്മളൊന്ന് ചിന്തിക്കും. അപ്പൊ അത്തരത്തിൽ എനിക്ക് അതൊരു ഭാഗ്യമാണ്. ചെറുതായിട്ട് നെറ്റ് ചുളിച്ചാൽ ഞാൻ ആ സിനിമയിലില്ല. അങ്ങനെയില്ല. കാരണം പക്ഷെ അതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യചേട്ടൻ നമ്മുടെ ഡയറക്ടർ, ഞാൻ ചോദിച്ചു ഞാൻ കഥ പറയുമ്പോൾ അഭിനയിക്കുന്നുള്ള, അല്ലാതെ ഈ ക്യാമറയുടെ മുമ്പിലുള്ള ഇതെനിക്ക് വശമില്ല. ഈ സൂരജ് കുറച്ചു മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. ആനന്ദ് കഥ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ആനന്ദ് ഇങ്ങനെ നമ്മുടെ ചുറ്റും നടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് തന്നെ തോന്നുന്നു. അപ്പം എനിക്ക് ഊഹിക്കാം, ആ സംവിധായകനും പറഞ്ഞു, ഇപ്പം ചിഹ്നവും പറയുന്നു കഥ. അപ്പം ആ ഒരു രസമായിരിക്കും അല്ലേ, ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഇതൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പം ആനന്ദ് പറഞ്ഞു ഭയങ്കര ചിരിക്കാനുള്ള സന്തോഷമുള്ളൊരു സിനിമ. അപ്പോൾ ആ സന്തോഷമുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഫാമിലി സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇതിലേക്കുള്ള ബാക്കി ആൾക്കാർ, പ്രൊഡ്യൂസേഴ്സ്, എങ്ങനെയായിരുന്നു ആ ഒരു കൺവിൻസിങ്? എങ്ങനെയായിരുന്നു അത്? ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ആലോചിച്ച് പലപ്പോഴായി സ്റ്റെപ്പായിട്ട് നീങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങുന്നത്. വിശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോവിഡിന് മുമ്പ് ആലോചിച്ച ത്രെഡാണ്. അവിടെ നിന്ന് കഥയുണ്ടായിരുന്നു. പല സമയത്തായി പല മാറ്റങ്ങളും വന്നു. പല നടന്മാരുടെ അടുത്ത് പോലും ഒരു സമയത്ത് നമ്മൾ അന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അന്ന് കഥയുടെ രൂപവും വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചിരുന്നു. ബട്ട് കോവിഡ് വന്നപ്പോൾ നമ്മളത് കംപ്ലീറ്റ് നിർത്തി. അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വേറെ പ്രോജക്റ്റിലേക്ക് പോയി. തിരിച്ചു വന്ന് വീണ്ടും ആലോചിക്കുന്ന ഘട്ടത്തിൽ ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ചില സമയത്ത് എല്ലാം ശരിയാവുക എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അത് സൂര്യചേട്ടനാണ് എന്നോട് പറയുന്നത്, ആനന്ദിന് എന്നെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്. അതെനിക്ക് ആദ്യം ഡൗട്ട്ഫുള്ളായിരുന്നു. ആ ഡൗട്ട്ഫുൾ ആവുന്ന ഘട്ടത്തിൽ ഞാൻ എങ്ങനെ ഇത് ശരിയാവൂ, നമ്മളൊരു ആർട്ടിസ്റ്റിനെ വേണ്ടേ, നമ്മുടെ ഒരു മാർക്കറ്റ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമല്ലോ. ഇതൊക്കെ ചിന്തിച്ചിട്ട് സൂര്യേട്ടൻ പറഞ്ഞത്, നമുക്ക് നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള സിനിമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിനെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളൊരു കൊടുക്കേണ്ടത്. ആനന്ദ് എങ്ങനെ അഭിനയിക്കുന്ന ആർക്കും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അതൊരു ഫ്രഷ്നെസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഒരു സൈഡ് നമ്മളെന്തിനും എല്ലാവരുടെ അടുത്തും പോയി പറയുന്നു, നമുക്കതങ്ങ് പ്രൊഡ്യൂസ് ചെയ്തുകൂടെ എന്നുള്ള ഇതിൽ
അപ്പോൾ ഈ മറ്റേ ദാസനും വിജയനും പറയണ മാതിരിയാണ് ഞങ്ങളുടെ അവസ്ഥ. ഈ ചിന്ത എന്താണ് നമുക്ക് നേരത്തെ തോന്നാന്നൊക്കെയുള്ള സാധനമൊക്കെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ മോഹമാണ് സിനിമ എന്ന് പറയുന്നത്, സ്നേഹമാണ്, ഇഷ്ടമാണ്, അതിനോട് എന്താ പറയുക തീർത്താ തീരാത്തൊരു പ്രണയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യുക എന്നുള്ള ഇതായിട്ട് എത്തിയപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കൂടെ അന്നേരത്തേക്ക് ഈ ചിന്നു അടക്കമുള്ള ഒരുപാട് പേര് അതിലേക്ക് വരികയും പെട്ടെന്നാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുമ്പോൾ യൂണിവേഴ്സ് തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും.